ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനൊരു മോർണിംഗ് റൊട്ടീൻ എടുക്കാമെന്ന് കരുതിയിട്ടോ. ഒരു 7 മണിയോടെ കേട്ടോ ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും അമ്മ ദോശ അവിടെ ചൂടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ. അതിന് വെള്ളം കുടിച്ചതിന് ശേഷം ഞാൻ നേരെ പല്ല് തേക്കാനാട്ടോ പോയത്. ഇന്നലെ വൈകുന്നേരത്ത് മുറ്റം അടിച്ചു പോയതുകൊണ്ട് രാവിലെ അടിച്ചു വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പല്ല് തേച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ചെന്നത് സിറ്റ് ഔട്ട് ക്ലീൻ ചെയ്യാനായിരുന്നു കേട്ടോ. അവിടെ രാവിലെ ഇന്നും ഞങ്ങൾ അടിച്ചു വാരി ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം പൂച്ചകളൊക്കെ വന്ന് കിടക്കുമെന്ന് കരുതിയിട്ട് അവൻ്റെ ഇടയ്ക്ക് കിടക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ ആദ്യം ഞാൻ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞാൽ സിറ്റ് ഔട്ട് ക്ലീൻ ചെയ്യാറാട്ടോ പതിവ്. അപ്പോൾ അങ്ങനെ അതൊക്കെ തുടച്ച് ക്ലീൻ ചെയ്ത ശേഷം അമ്മ അവിടെ ദോശ ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് വീഡിയോ കരുതി അങ്ങനെ വീഡിയോ എടുത്ത് ദോശയും സാമ്പാറും വെക്കാമെന്ന് കരുതിയിട്ട് രാവിലത്തേക്ക്. സാമ്പാറിനുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യട്ടെ ഞാൻ. കൂടുതൽ വെജിറ്റബിൾസ് ഒന്നും ഇല്ലത് കൊണ്ട് ഒരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് കരുതി. അതുപോലെ തന്നെ ഞാൻ തേങ്ങ അരക്കാതെ കേട്ടോ സാമ്പാർ വയ്ക്കുന്നത്, പരിപ്പിട്ടിട്ടാട്ടോ. അപ്പോൾ ഏകദേശം ഇവിടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. മുരിങ്ങക്കായ ഞാൻ പിന്നെ കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാമ്പാർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. സാമ്പാർ ഇവിടെ റെഡി ആയപ്പോഴേക്കും അമ്മ അവിടെ ദോശയൊക്കെ ചുട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ദോശ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാട്ടോ ചെയ്യണത്. അപ്പോഴേക്കും അമ്മ ചോറ് വെക്കാനായിട്ട് അരി കഴുകി ഇടുകയായിരുന്നു കേട്ടോ. വിനിശേട്ടന് എണീറ്റ് വന്ന് വിനിശേട്ടന് പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ് ചായ എടുത്ത് കൊടുക്കാട്ടോ ഞാൻ ചെയ്തത്. അത് കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങൾ കഴുകി വെക്കാണ്ടായിരുന്നു. അപ്പോഴേക്കും വിനിശേട്ടൻ കുളിച്ച് അങ്ങാടിയിലേക്ക് പോകാൻ നോക്കാം കേട്ടോ. ചോറ് വെന്തോന്ന് ഇടയ്ക്ക് നോക്കുന്നുണ്ട്, വെന്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പിന്നെ ഉച്ചക്കത്തേക്ക് മമ്പയർ തോരൻ വെക്കാമെന്ന് കരുതി അത് അടുപ്പത്തുണ്ട് കേട്ടോ. അപ്പോഴേക്കും ലച്ചുട്ടി എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ ബനിയൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് അങ്ങനെ കാണിച്ചത്. അവളെ പല്ല് തേപ്പ് കഴിഞ്ഞ് ഞാനും ലച്ചുട്ടിയും ഒപ്പം ഇരുന്ന് ദോശ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.